ഓം വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുഖരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കുല്ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമ്മള് ഭഗവത്ഗീത ക്ലാസ്സിലെ ഭഗവത്ഗീത പഠിച്ചുകൊണ്ടിരിക്കുന്നതിലെ 1-ാമത്തെ അധ്യായത്തിലാണല്ലോ. 14-ാമത്തെ ശ്ലോകമാണ് ഇന്ന് എടുക്കാൻ വേണ്ടി കടന്നിരിക്കുന്നത്. ഭഗവത്ഗീത എല്ലാവർക്കും കേട്ടിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്ന, മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത എവിടെ നിന്നെടുത്തു, ഏത് ഭാഗത്ത് നിന്നെടുത്തു എന്നൊക്കെ എല്ലാവരും ഈ കേട്ട ക്ലാസ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് എനിക്കറിയാം. നമുക്കിപ്പം ഭഗവത്ഗീതയെ കുറിച്ച് കുറച്ചുകൂടി ഓരോ ശ്ലോകം വൈസ് നമുക്കൊന്ന് നോക്കാം. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത എന്ന് പറയുമ്പോഴേ ഭഗവാന്റെ ഗീതമാണ് നമ്മൾ ഭഗവത്ഗീതയിൽ കൂടി ഭഗവാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളായ 700 ശ്ലോകങ്ങളാണ് നമ്മൾ ഈ ഭഗവത്ഗീതയിൽ കൂടി കാണുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതില് 14-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത്. അപ്പം ഭഗവത്ഗീതയിൽ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പം പല കാര്യങ്ങളെ കുറിച്ചും ഓരോ ശ്ലോകത്തില് ഓരോ ചാപ്റ്റേഴ്സിലും ഓരോന്ന് പ്രത്യേകമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ടോട്ടലായിട്ട് നമ്മൾ നോക്കിയാല് ഭഗവത്ഗീതയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്തിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഭഗവാൻ ആ മഹാഭാരതത്തിന്റെ ഒരു ഭാഗമായ ഭഗവത്ഗീത, ആ ഭഗവത്ഗീതയെ നമ്മളെ ഗീതോപനിഷത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭഗവത്ഗീതയിലെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. 3-4 വിഷയങ്ങളെ കുറിച്ചാണ് അതിനകത്ത് പ്രത്യേകമായിട്ട് നമുക്ക് അറിവ് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഭഗവത്ഗീതയിൽ ആദ്യമായി നമ്മൾ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഈശ്വരൻ ആരാണ് എന്ന് അറിയുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഈശ്വരനെ കുറിച്ച്. പിന്നെ ജീവൻ എന്താണ്, പരമാത്മാവാരാണ്, ജീവാത്മാവാരാണ്, ഈശ്വരൻ ആരാണ്, ജീവൻ എന്താണ്.
അതുപോലെ പിന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നെ എന്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നു? പ്രകൃതിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നത് കാലത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. പിന്നീട് നമുക്ക് കർമ്മത്തെ കുറിച്ചും അതിൽ നിന്നൊരു ധാരണ കിട്ടുന്നു. അപ്പം ഭഗവാനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച്, ജീവനെ കുറിച്ച്, പ്രകൃതിയെ കുറിച്ച്, കാലത്തെ കുറിച്ച്, കർമ്മത്തെ കുറിച്ച്, ഈ 5 വിഷയങ്ങളാണ് ഭഗവത്ഗീത വഴി നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. 700 ശ്ലോകങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് എളുപ്പം പഠിക്കാവുന്ന ഒരു പുസ്തകമാണ് ഗീതോപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭഗവത്ഗീതയിലെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഭാഗവതം ക്ലാസ്സിലുള്ളവരായിരിക്കുമല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം എന്തേ ഈശ്വരൻ എന്ന് പറയുമ്പം പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മള് ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. പരമപുരുഷനെയാണ് ഈശ്വരൻ ആയി നമ്മൾ പറയുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും കൺട്രോളർ എന്ന അർത്ഥത്തിൽ. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈശ്വരൻ ആരാണെന്ന് മാത്രം ഇപ്പം നമുക്ക് പറഞ്ഞു പോകാം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ പരമപുരുഷൻ. ഇനി ജീവൻ എന്താണ്? യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ആ പരമപുരുഷനാണെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് പരമപുരുഷന്റെ ഒരു അംശമാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അംശമായ ശക്തിയെയാണ് നമ്മൾ ജീവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ വാക്കിൽ പറയുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് വിശദീകരിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണല്ലോ. പിന്നെ പ്രകൃതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ ജീവിക്കുകയാണ്. പ്രകൃതി എന്ന് പറയുമ്പോഴേ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം. ചിലർ പറയും പ്രകൃതി എന്ന് പറയുന്നത് ഒരു ഇല്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ മിഥ്യയല്ല, സത്യമാണ്, പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പൊ ഭഗവാൻ എന്റെ പ്രകൃതി എന്ന് ഭഗവാൻ പറയുന്നു. നിങ്ങളെല്ലാവരും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിലുള്ളവരെല്ലാം ഭാഗവതം ക്ലാസ്സിലുള്ളവരായിരിക്കുമല്ലോ. അപ്പൊ അവിടെ എന്താണ് നാരദരെ വ്യാസദേവന് ഭാഗവതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ എല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. വ്യാസദേവനെ നാരദരുടെ ജീവിതത്തെ കുറിച്ചെല്ലാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം വ്യാസദേവൻ എന്ത് ചെയ്യുന്നു? അവിടെ പോയി മെഡിറ്റേഷനിലാകുന്നു, ധ്യാനത്തിലിരിക്കുന്നു. ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു വരുന്ന അദ്ദേഹം ഭഗവാനെ എങ്ങനെ കണ്ടു? ഭൗതിക രൂപത്തിലുള്ള ശക്തിയോടുകൂടി കണ്ടു എന്ന് നമ്മൾ ഭാഗവതത്തിൽ കേട്ടു, അല്ലെ? ഭാഗവതത്തിൽ പഠിച്ചു. അപ്പൊ ആ ഒരു ഭൗതികമായിട്ടുള്ള ശക്തി അവിടെ ഉണ്ടാക്കുന്നു. അപ്പം പ്രകൃതി പക്ഷെ അതിന്റെ പ്രകടനം മാറ്റിക്കൊണ്ടിരിക്കും, പക്ഷെ അത് മിഥ്യയല്ല എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ബുക്കാണ് ഭഗവത്ഗീതയിൽ കൂടി നമ്മൾ പഠിക്കും. പിന്നെ കാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളത് തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ്? കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ എന്ന് പറയുന്നുണ്ട്. ഞാൻ കാലം തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. കാലത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയുന്നതല്ല. പിന്നെ അവിടെ ഒന്നിനെ നമുക്ക് മാറ്റാൻ കഴിയും. എന്താണത്? കർമ്മത്തെ നമ്മൾ ഇച്ഛിച്ചാൽ നമ്മൾക്ക് മാറ്റി മറിക്കാൻ കഴിയുന്നു. അപ്പം നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ 4 കാര്യങ്ങളും സത്യമായിട്ട് നിലനിൽക്കുന്നതാണ്. അതിനെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ കർമ്മത്തെ നമ്മൾക്ക് മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ളത് ഈ ഭഗവത്ഗീതയിൽ കൂടി നമ്മൾ പഠിച്ചെടുക്കും. ഭഗവത്ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? ടോട്ടൽ എത്ര ശ്ലോകങ്ങളാണുള്ളത്? ഹരേ കൃഷ്ണ, ആരെങ്കിലും പറയും? 700 മാതാജി. 700 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് 574 ശ്ലോകങ്ങൾ കൃഷ്ണന്റെ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നു. അർജുനന്റെ ചോദ്യങ്ങളെല്ലാം കൂടി 84 ശ്ലോകങ്ങളുണ്ട്. സഞ്ജയന്റെ അതിനെ കുറിച്ച് ലിങ്ക് ചെയ്യുന്നത് എത്ര ശ്ലോകങ്ങളുണ്ട്? 41. പക്ഷെ ഒരു ശ്ലോകമാണ് ധൃതരാഷ്ട്രയുടെ വകയായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ ഒറ്റ ശ്ലോകത്തിനെ പിടിച്ചുകൊണ്ടാണ് ഇത് ഇങ്ങനെ വേദവ്യാസൻ ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ. കൃഷ്ണൻ ഇത് പറയുന്നു. കൃഷ്ണന്റെ ഗീതയാണ്. കൂടുതൽ നമുക്ക് അകത്തേക്ക് പോകണ്ട. നിങ്ങൾ കുറെ ദിവസമായിട്ട് കേൾക്കുന്നതാണല്ലോ. അപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പിന്നെ ഭഗവത്ഗീതയെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ ഭഗവത്ഗീത അറിഞ്ഞിരിക്കുന്ന, ഭഗവത്ഗീത
ഏറ്റവും പ്രധാനമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ അത് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ശങ്കരാചാര്യര് പോലും പറയുന്നുണ്ട്, അല്പം ഭഗവത്ഗീത പഠിച്ചിരിക്കുകയോ, അത് ഏറ്റവും അത്യാവശ്യമാണ്. ഭഗവത്ഗീത കിഞ്ചിത് അധീത ഗംഗാ ജല ലവ കണികാപീത. അല്പം ഗംഗയിലെ അല്പം ജലം കുടിക്കുന്നതും അതുപോലെ ഭഗവത്ഗീത അല്പമെങ്കിലും പഠിച്ചിരിക്കേണ്ടതും അതൊക്കെ ഏറ്റവും, അതുപോലെ മുരാരിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ഒക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ശങ്കരാചാര്യർ നമുക്ക് അറിവ് തന്നിട്ടുള്ളതാണ്, എഴുതിയിട്ടുള്ളതാണ്. ഇതിലെ ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട്. നമ്മള് ഇതിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ആരാ പറയുന്നത്? ധൃതരാഷ്ട്രാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ ആരാണിത് പറഞ്ഞു കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ ആരിൽ നിന്നാണ് ധൃതരാഷ്ട്രത്തെ കേൾക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? സഞ്ജയനാണിത് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരും കേട്ട് കാണും. സഞ്ജയൻ, ഫൽഗു മഹർഷിയുടെ മകന്റെ പേരാണ് സഞ്ജയൻ എന്ന് പറയുന്നത്. അദ്ദേഹം ധൃതരാഷ്ട്രക്ക് എന്നും ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ സേവകൻ കൂടിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കഥ എല്ലാവരും പറഞ്ഞു കാണും. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് കാഴ്ചയില്ല. ഈ കുരുക്ഷേത്ര യുദ്ധം കാണാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. കഴിവ് കാണാനുള്ള സൈറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ, കാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് തരണ്ട, എനിക്ക് കണ്ടാൽ പോലും എന്റെ മക്കളെ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ ഇപ്പോഴതുകൊണ്ട് എനിക്ക് കാണണ്ട, സഞ്ജയൻ കൊടുത്താൽ മതി. ആ സഞ്ജയന് അവിടെ ഇരുന്നു കൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ നടക്കുന്ന, ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതെനിക്ക് തന്നുകൊള്ളും എന്ന് സമ്മതിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 10ാമത്തെ ദിവസം വരെയും ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. 10ാമത്തെ ദിവസമാണ് ഇതിന്റെ ആരംഭമായിട്ട് വരുന്നത്. യുദ്ധം തുടങ്ങി, ഭീഷ്മ പിതാമഹൻ വീണു എന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് അദ്ദേഹത്തിന് വലിയ ആവേശം ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറിയാം. അപ്പം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ. അപ്പം ആ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ, ഈ രണ്ട് വാക്കിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന അറിയാനുള്ള ആകാംക്ഷ എന്താണ്? എങ്ങനെയുള്ള ആകാംക്ഷയാണ്? ശരിക്കുള്ള യുദ്ധം എന്തായി എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണോ, അതോ എന്ത് സംഭവിക്കണമെന്നുള്ള ഒരു ചിന്ത മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്ന അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് കാണും. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകണ്ട. എന്നാലും ഞാൻ പറയാണ്, അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മളിവിടെ തുടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ധർമ്മക്ഷേത്രമാണ് എന്നുള്ളത്, ആ പാവന സ്ഥലത്തിന്റെ സ്വാധീന ശക്തിയെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു. അതിൽ തന്റെ മക്കളുടെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. ആ സ്വഭാവത്തോടുകൂടിയ മക്കൾക്ക് എന്തായിരിക്കും ഈ പാവനമായ സ്ഥലത്ത് വെച്ച് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ വിഷണ്ണനാണ്. അപ്പൊ അതിനെക്കുറിച്ച് കേൾക്കുക. എന്തെങ്കിലും പറയുന്നതിനോട് പരീക്ഷയ്ക്ക് ശരിക്കും എഴുതാൻ പറ്റിയില്ലെങ്കിലും കുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്താണ്? എനിക്ക് ജയം വേണമെന്നുള്ളതാണ്, എനിക്ക് നല്ല മാർക്ക് വേണമെന്നാണ്, അല്ലെ? പൂർണ്ണമായിട്ട് നന്നായിട്ട് എഴുതാൻ പറ്റാത്ത ഒരു കുട്ടിയും ആഗ്രഹിക്കുന്നത് നല്ല മാർക്ക് എന്ന് പറയുന്നത് പോലെ തന്റെ മക്കൾക്ക് യാതൊരു ഗുണവും ഇല്ല, നല്ല ഗുണങ്ങളൊന്നും കയ്യിലില്ലെന്നറിയാമെങ്കിലും ജയം വേണമെന്നിവിടെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്റെ ആ ഒരു പ്രദേശത്തിന്റെ സ്വാധീന ശക്തിയെ കുറിച്ച് അദ്ദേഹം വളരെ അറിയാൻ ഉത്സുകനായിരുന്നു. എന്താണ് എന്റെ മക്കൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾക്ക് തുടങ്ങിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ദുര്യോധനൻ വന്ന്, ദുര്യോധനൻ എന്ന് പറയുന്ന ദുര്യോധന മഹാരാജാവ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ദുര്യോധനൻ ഒരിക്കലും പട്ടാഭിഷേകം ഒന്നും കഴിഞ്ഞ ആളല്ലെങ്കിലും അദ്ദേഹത്തിന് ഭരണം സ്വയമേ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ളവരെ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതുപോലെ ആർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു? തന്റെ ഗുരുവായ ദ്രോണരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങ് യാതൊരു പക്ഷഭേദവും പാണ്ഡവരോട് കാണിക്കരുത്. ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന ആൾക്കാരൊക്കെയാണുള്ളത്, അവരുടെ ഭാഗത്ത് ഇന്ന ആൾക്കാരൊക്കെയാണുള്ളത്, അത് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനും യാതൊരു മടിയും കൂടാതെ അവിടെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ അവരുടെ സേനാനായകനായി നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഇദ്ദേഹം എല്ലാം പഠിപ്പിച്ച് വിട്ടിട്ടല്ലേ അദ്ദേഹത്തിന് ഇതുപോലെ നല്ല സൈന്യത്തെ അണിനിരത്താൻ കഴിഞ്ഞത് എന്നുള്ള ആ ഒരിത് പറഞ്ഞു കൊടുക്കാൻ അവിടെ പറയാൻ അദ്ദേഹം ശ്രമിക്കും. അതുകൊണ്ട് ഇനി ഒരിക്കലും യാതൊരിതും കാണിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു.
അതുപോലെ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കിയിട്ടുള്ള മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ എന്നാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അങ്ങ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടല്ലേ, പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലേ എന്നുള്ളൊരു ഹിന്റ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദ്രോണരോട് ദ്രോണാചാര്യർ ഇവരുടെ അർജുനനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ഇതെല്ലാം ആദ്യമേ ചെന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഭീഷ്മ പിതാമഹന് വേണ്ട രീതിയിലുള്ള എല്ലാ ഹെൽപ്പും ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നും പറയുന്നത്. വേണ്ട വിധത്തിൽ വേണ്ടയിടത്ത് വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായിരിക്കണം എന്നും അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്, അന്യേജ ബഹവശൂര മദർത്തീത്യുക്ത ജീവിതാഹ നാനാശസ്ത്ര പ്രഹരണ സർവേ യുദ്ധവിശാരദ. അപ്പൊ അവിടെ എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ചില വാക്കുകളൊക്കെ ചിലപ്പോൾ സത്യമാകുമെന്ന് ചിലർ പറയും, പ്രായമുള്ളവർ പറയും അല്ലേ. അതുപോലെ ഇപ്പൊ ഈ വന്നിരിക്കുന്ന രാജാക്കന്മാരൊക്കെ എനിക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ അങ്ങനെ എന്ത് ചെയ്യാണ്, തെറ്റ് ജീവിതാഹ, അവരെ ജീവൻ ത്യജിക്കാൻ തയ്യാറായി വന്നിരിക്കുക. അപ്പൊ അവരെല്ലാം ജീവൻ ത്യജിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത്. അല്ലെ, എന്നെ ജയിപ്പിക്കാനെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി. പക്ഷെ അവരെല്ലാം യുദ്ധവിശാരദന്മാരാണ്. കൂട്ടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്താണ്, ആരൊക്കെയോ യുദ്ധത്തിന് തയ്യാറായി വരുന്നു അവരെയൊക്കെ വിളിച്ചിട്ട് പാണ്ഡവരുടെ പക്ഷത്തേക്ക് പോവാൻ വന്ന മാദ്രിയുടെ സഹോദരനെ പോയി സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടിങ്ങി പോരുകയാണ്. ഇവിടെ എത്തുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത്, അയ്യോ ഞങ്ങൾ എത്തേണ്ടത് പാണ്ഡവരുടെ പക്ഷത്തിലായിരുന്നു, ഇവിടെ ആയിരുന്നില്ല എന്ന്. പക്ഷെ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അന്നത്തെ കാലത്തൊക്കെ സത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റുമോ? അങ്ങനെ ഇവരുടെ കൂടെ നിൽക്കണം. അങ്ങനെ എത്ര പേരെ ഇവരെ എന്ത് ചെയ്തു, വഞ്ചിച്ച് കൂടെ കയറ്റുകയും ചെയ്തിരുന്നു. അങ്ങനെയുമുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നു, 10ാമത്തെ ശ്ലോകം പറയുന്നു, അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേ തേഷാം ബലം ഭീമാഭിരക്ഷിതം എന്ന് പറയുന്നു. നമ്മുടെ സൈന്യബലമൊക്കെ അളവറ്റതാണ്. അത് തീർച്ചയായും ഭീഷ്മ പിതാമഹനാൽ സംരക്ഷിതവുമാണ്. എന്നാൽ ഭീമൻ പാലിച്ചു പോരുന്ന രക്ഷിച്ചു പോരുന്ന സൈന്യം വളരെ പരിമിതവുമാവും. അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭീമൻ പരിപാലിച്ചു പോരുന്ന എന്നുദ്ദേശിച്ചു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അവരുടെ പരിപാലനം നടത്തുന്ന ആരാണ്? ദൃഷ്ടദ്യുമ്നനാണ്. ആ 18 ദിവസവും അവരുടെ സേനാനായകൻ ദൃഷ്ടദ്യുമ്നൻ തന്നെയായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭീമനോട് എന്നും ദുര്യോധന അസൂയാണുള്ളത്. അവര് തങ്ങളിലാണ് യുദ്ധം നടത്തുന്നത് എപ്പോഴും. അപ്പൊ അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഭീമന്റെ കൈ കൊണ്ടായിരിക്കും എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഭീഷ്മൻ ചില ഭാഗങ്ങൾക്കൊക്കെ നായകത്വം നൽകിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നായകത്വം ഒരു ഭീഷ്മരുടെ നായകത്വം ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഇവിടെ ഭീമനാണ് നായകനെന്ന് പറയുകയും ആ ഭീമന്റെ നായകത്വം തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, തനിക്ക് പരാജയം വരുത്തുമോ എന്നൊക്കെയുള്ള ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം, ഭീഷ്മര് നിൽക്കുന്നിടത്തോളം കാലം തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഭീഷ്മരുടെ ആ സേനാധിപത്യം കൊണ്ട് തനിക്ക് വിജയം കിട്ടുമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. പക്ഷെ എന്നാലും ചില സമയത്ത് ചില വാക്കുകൾ അദ്ദേഹത്തിന് ഇതായിട്ട് വരുന്നുമുണ്ട്. അത് നമ്മൾ കണ്ടു. അതൊക്കെ കേട്ടുകൊണ്ട് അപ്പൊ ഭീഷ്മരോട് ഇത് എന്ത് പറയുന്നു, അവിടെ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഭീഷ്മർക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ വികാരങ്ങളെ, അദ്ദേഹത്തിന്റെ ആ പ്രയാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ അല്പമെങ്കിലും സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് എന്താണ് പിതാമഹൻ എന്ത് ചെയ്യാൻ തയ്യാറായി? സിംഹഗർജനം പോലെയുള്ള ഉണ്ടാക്കിക്കൊണ്ട് തന്റെ ശങ്കെടുത്ത് ഊതുന്നതും കഴിഞ്ഞു. 12ാമത്തെ ശ്ലോകത്തിൽ. 13ലോ അതിനെ തുടർന്ന് യുദ്ധത്തിൽ എല്ലായിടത്തും എന്തായി? ഭയങ്കര ബഹളമാണ്. നമുക്കറിയാം, യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്. അത് തുടങ്ങാൻ പോകുമ്പോൾ ശംഖുവിളി, ചെണ്ട, മത്തളം, കാഹളം ഇവയുടെ ശബ്ദം എല്ലായിടത്തും ഉണ്ടായി. യുദ്ധരംഗം കോലാഹലമായി തീരുകയും
ചെയ്തു. അത്രയും വരെ എടുത്തിരുന്നു. അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. ശ്ലോകം 14. തതശ്വേതൈർഹൈർയുക്തേ മഹദിസ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മധു. തതശ്വേതൈർഹൈർയുക്തേ മഹദിസ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മധു. തതശ്വേതൈർഹൈർയുക്തേ, തത അതിനുശേഷം, ശ്വേതൈർ ഹയൈർ ശ്വേതൈർ വെളുത്ത, ഹയൈർ കുതിരകളെ, യുക്തേ കൂട്ടിയ, മഹതി ഏറ്റവും വലിപ്പമേറിയ, സ്യന്തനെ തേരിൽ, സ്ഥിതൗ ഇരുന്നു കൊണ്ട്, മാധവ ലക്ഷ്മീപതിയായ മാധവനും, പാണ്ഡവശ്ചൈവ പാണ്ഡവനായ അർജുനനും, ദിവ്യൗ ദിവ്യങ്ങളായ, ശംഖൗ ശംഖുകൾ, പ്രദത്മധു വിളിച്ചു. ഇത്രയും വാക്കാണ്. തത ശ്വേതൈർ ഹയൈർ യുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മധു. അപ്പം മറുവശത്തെ ഒരു ഭാഗത്ത് ഭീഷ്മപിതാമഹൻ വളരെ ശക്തമായി ദുര്യോധനെ സന്തോഷം ജനിപ്പിക്കുമാറ് തന്റെ ശങ്കെടുത്തിയപ്പോൾ ഇവിടെ ഓരോരുത്തരായി യുദ്ധ കോലാഹലം ഉണ്ടായി. അതോടൊപ്പം തന്നെ അവിടെ ഭഗവാനും അർജുനനും കൂടി വന്ന അവരുടെ ദിവ്യങ്ങളായ ശംഖുകൾ മുഴക്കി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഭീഷ്മരുടെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവരുടെ ശംഖിന്റെ ദിവ്യത്വം വളരെ കൂടുതലാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഇവിടെ കൃഷ്ണൻ പാണ്ഡവരുടെ പക്ഷത്താണ് നിൽക്കുന്നതെന്നറിയാം. നാരായണീ സേനയാണ് കൃഷ്ണൻ ആർക്ക് കൊടുത്തിട്ടുള്ളത്? കൗരവർക്ക്, ദുര്യോധനന് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്തതാണ്. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് കൃഷ്ണനെ കാണാൻ ചെല്ലുന്നത്. അവിടെ ചെന്ന് യുദ്ധത്തിൽ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ കൃഷ്ണൻ നേരമേ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യുകയില്ല. എന്റെ സേനയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സേനയാണ് നാരായണീ സേന. അപ്പൊ ആ സേനയെ ആർക്ക് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ കൃഷ്ണനെ അങ്ങനെ പറഞ്ഞപ്പോഴേ വേഗം ദുര്യോധനൻ നാരായണീ സേനയെ സെലക്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണാം. അപ്പം ഒരു കാര്യമുണ്ട്, കൃഷ്ണൻ ഏതു പക്ഷത്ത് നിൽക്കുന്നു അവിടെയാണ് വിജയം എന്ന് എല്ലാവർക്കും എന്ന് വെച്ചാൽ ഭക്തന്മാരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അറിവുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു. അപ്പം കൃഷ്ണൻ പാണ്ഡവപക്ഷത്താകയാൽ മറുപക്ഷത്തിന് വിജയ സാധ്യതയില്ലെന്ന് ദിവ്യ ശംഖങ്ങളുടെ ധ്വനി തന്നെ സൂചിപ്പിച്ചു എന്ന് പറയുന്നു. യയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന എന്നാണ്. ആ ജനങ്ങളുടെ ദുഃഖത്തെ അർത്ഥനം ചെയ്യുന്ന ആ കൃഷ്ണ ഭഗവാൻ പാണ്ഡുപുത്രരുടെ കൂടെയാകാൽ അവിടെ വിജയം നേടുന്നു. കൃഷ്ണൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ എത്ര മനോഹരമായി നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടിത്തിറാമൊടു കെട്ടി കരിമുഖിയിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും. അങ്ങനെ കൃഷ്ണൻ വളരെ മനോഹരമായി വളരെ ആ ഒരു ഭാവത്തോടു കൂടി അർജുനനോടൊപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആ മനോഹരമായ രംഗം നമ്മുടെ മനസ്സിൽ ഒന്ന് ഓർത്തു നോക്കൂ. എത്ര അതിമനോഹരമായി നമുക്ക് തോന്നും. യുദ്ധഭൂമിയാണ്, പക്ഷേ അവിടെ നിൽക്കുന്നു വളരെ ശാന്തനായി വളരെ മനോഹരമായ മന്ദസ്മിതത്തോടുകൂടി മുഖത്തോടുകൂടി കൃഷ്ണൻ വന്നു നിൽക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് യുദ്ധത്തിനുള്ള ആരംഭം കുറിക്കുകയാണ്. അങ്ങനെ അവിടെ ഭഗവാൻ നിൽക്കുന്നത് കൊണ്ട് ഭഗവാന്റെ പക്ഷത്തിന് തന്നെയായിരിക്കും. അത് ഭഗവാന്റെ പക്ഷമല്ല, ഭഗവാന് രണ്ടുപേരും ഉണ്ട്. കാരണം സൈന്യത്തെ അപ്പുറത്താണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഭഗവാൻ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ ഏത് പക്ഷത്ത് നിൽക്കുന്നു അവിടെ വിജയം. അതിനാണ് ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് മനസ്സിലാക്കാം, എവിടെയാണോ കൃഷ്ണൻ നിൽക്കുന്നത് അവിടെ മാത്രമേ ആരുണ്ടാകുകയുള്ളൂ? ഐശ്വര്യദേവത നിൽക്കുകയുള്ളൂ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ആ നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ടല്ലേ,
തത്താദൃങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി സാ ദേവി പരമോത്സുകാചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി. ആ ഒരു എവിടെ സ്വഭക്തർ ഒരുപാട് പേര് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നു, ആരാധിക്കുന്നു, ദിവസേന പൂജ ചെയ്യുന്നു. എത്ര പേര് ലക്ഷ്മി ദേവിക്കായി എത്ര ഭക്തന്മാര് കാല് പിടിച്ചുകൊണ്ട് കൂടെ നടക്കുന്നു. എന്നാലും ശരി, അദ്ദേഹം എന്താണ് ആ തേനാസ്യാബദകഷ്ടം അച്യുത വിഭോ തുരൂപമാനോജ്ഞക എന്ന് വെച്ചാൽ അങ്ങയുടെ ആ മനോഹരമായ ആ മനോഹാരിതയിൽ, അങ്ങയോടുള്ള പ്രത്യേകതയിൽ അങ്ങ് എവിടെ നിൽക്കുന്നോ അവിടെ മാത്രമാണ് എന്ത് ലക്ഷ്മി ദേവിക്ക് ആശ്രയമായിട്ട് അഥവാ അഭയമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ലക്ഷ്മി ദേവി സ്വഭക്തന്മാരെ കാണാനായിട്ട് എങ്ങോട്ട് പോയാലും ശരി, സ്വഭക്തന്മാർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കാനായിട്ട് പോയാലും ശരി, എത്രയും വേഗം ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ ചപല എന്ന് വിളിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവാനോടുള്ള ആ ആകർഷണ നിമിത്തം ലക്ഷ്മി ദേവിക്ക് ഭഗവാന്റെ കൂടെ നിന്ന് എങ്ങോട്ടും പോകുവാൻ ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ എന്താണ്? ഐശ്വര്യം ആരുടെ കൂടെ തന്നെ ഉണ്ട്? പാണ്ഡവരുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ തീർച്ചയായും അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും എന്ന് തീർത്ത് പറയാൻ നമുക്ക് കഴിയും. അതും പ്രത്യേകിച്ച് നാരായണീയത്തിൽ അത് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുമുണ്ട്. അങ്ങനെ ഭാഗ്യദേവത ഒരിക്കലും പ്രിയതമനെ പേർവിരിയില്ല. അങ്ങനെ വിജയൈശ്വര്യങ്ങൾ അർജുനെ കാത്തു നിൽക്കുകയാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. കൂടാതെ നമുക്കറിയാം 11 ഓരോ ഇതെടുത്തു നോക്കുമ്പോൾ ഓരോരുത്തർക്കുമുള്ള സൈന്യത്തെ കുറിച്ച് നമ്മളെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് ഒരുപാട് സൈന്യമുള്ളത്, അല്ലെ? അപ്പൊ എത്ര ചതുരംഗപ്പട എത്ര അവർക്കുണ്ടോ? ഇവർക്ക് അത്രയും ഒന്നും ഇല്ല എന്നുള്ള ഒരിത് അവർക്ക് ദുര്യോധന അറിയുന്നത്. പക്ഷെ ഇല്ലെങ്കിലും ഇവരതിനോടൊപ്പം നിൽക്കും എന്നു ഒരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ഓരോരുത്തരെ കുറിച്ചും ചിന്തിച്ചു നോക്കുമ്പോൾ അവരാണോ വലുത് ഇവരാണോ വലുത് എന്നുള്ള കമ്പാരിസൺ ദുര്യോധനന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം സേനാനായകന്മാരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 18 ദിവസവും പാണ്ഡവരുടെ കൂടെ ദൃഷ്ടദ്യുമ്നൻ തന്നെയായിരുന്നു. അതുപോലെ ഇവിടെയാണെങ്കിലോ 10 ദിവസം ഭീഷ്മരായിരുന്നു. ഭീഷ്മപിതാമഹൻ വീണു കഴിഞ്ഞതിന് ശേഷം 5 ദിവസം ദ്രോണര് വന്നു. അതുപോലെ 2 ദിവസം കർണൻ വന്നു, 1 ദിവസം ശല്യരും വന്നു. ഇവരെല്ലാം പോയതിനു ശേഷമാണ് പിന്നീട് അശ്വത്ഥാമാവ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. പക്ഷെ പിന്നെ യുദ്ധം ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പം ഓരോ ഇത് നോക്കുമ്പോഴും അവർക്കുള്ള സൈന്യം വളരെ കൂടുതലാണെങ്കിലും മേന്മ ഇവിടെയാണോ എന്ന് ഒരു ശങ്ക ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കണം. അപ്പം അത് കേട്ട ഉടനെ തന്നെ അവിടുത്തെ ശംഖധ്വനി കേട്ട ഉടനെ തന്നെ ഇവിടെ ഇവരും ശംഖ് വിളിക്കാൻ ആരംഭിച്ചു എന്ന് നമ്മൾ ഇവിടെ കാണുന്നു. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ അർജുനനെ ഐശ്വര്യങ്ങൾ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. കൃഷ്ണ ഭഗവാന്റെ ശംഖധ്വനിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് അവർ രണ്ടുപേരും ഇരിക്കുന്നത് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ആ രഥം എല്ലാ ദിക്കുകളെയും കീഴടക്കാൻ പര്യാപ്തമാണെന്നും 3 ലോകങ്ങളിൽ എവിടെയും അതിന് വിജയമേ ഉള്ളൂ എന്നും അത് സൂചിപ്പിക്കുന്നതാണ്. അപ്പം രഥം വളരെ പ്രാധാന്യമേറിയതാണ്. അഗ്നിദേവൻ അദ്ദേഹത്തിന് നൽകിയ രഥമാണ്, അർജുനന് നൽകിയ രഥമാണ്. ഖാണ്ഡവദഹന സമയത്ത് അദ്ദേഹം സഹായിച്ചതുകൊണ്ട് അവിടുത്തെ അർജുനന് ലഭിച്ച രഥത്തിലാണ് മാധവനും അർജുനനും ഇരിക്കുന്നത് എന്ന് പറയാം. നമുക്ക് അർജുനനെ കുറിച്ച് ഓർക്കുമ്പോഴേ നമുക്കറിയാം ഒരുപാട് പേരുകളുള്ള ആളാണ് അർജുനൻ. നമ്മൾ എത്ര പേരുകളിലാണ് ഭഗവാൻ അർജുനനെ ഭഗവത്ഗീതയിൽ വിളിക്കുന്നതെന്നറിയാമോ? പാർത്ഥൻ എന്താണ് കൗന്ദേയ എന്ന് വിളിക്കും, ഗുഡാകേശ എന്ന് വിളിക്കും, കിരീടി എന്ന് പറയും, ഭരതസത്തമ എന്ന് പറയും, പുരുഷവ്യാഘ്ര എന്ന് പറയും, അനങ്ക എന്ന് പറയും, കുരുസത്തമ എന്ന് പറയും. അങ്ങനെ പല ഓരോ പേരിലാണ് കൃഷ്ണൻ അർജുനനെ സംബോധന ചെയ്യുന്നത്. അപ്പം സവ്യസാചി,
ഫൽഗുനൻ, ഇല്ലേ, കിരീടി, പാർത്ഥൻ, ധനഞ്ജയൻ, ഗുഡാകേശൻ, ഈ പല രീതിയിൽ അർജുനനെ ഭഗവാൻ സംബോധന ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, അർജുനനെ ഈ ഖാണ്ഡവദഹന സമയത്ത് ഒരു അഗ്നി ഒരുപാട് സംഭാവനകൾ കൊടുത്തിരുന്നു. ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ രഥം എന്ന് പറയുന്നത്. ആ രഥത്തിലിരുന്നു കൊണ്ടുള്ളവരുടെ വരവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അർജുനന്റെ കയ്യിലുള്ളത്? ഖാണ്ഡവദഹനത്താൽ അഗ്നിദേവൻ ആഗ്നേയാസ്ത്രം നൽകി, മയാസുരനെ സംരക്ഷണം കൊടുത്തത് കൊണ്ട് അദ്ദേഹം ദേവദത്തം എന്ന ശംഖ് നൽകി. ഇന്ദ്രനിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം കിട്ടി. യമരാജനിൽ നിന്ന് ദണ്ഡാസ്ത്രം കിട്ടി. വരുണനിൽ നിന്ന് പാശാസ്ത്രം കിട്ടി. ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം കിട്ടി. അതുപോലെ കുബേരനിൽ നിന്ന് അന്തർധാനാസ്ത്രം കിട്ടി. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അർജുനന് ലഭിച്ചിരുന്നു. അത്രമാത്രം സമർത്ഥനായിരുന്നു അർജുനൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ ഒരു എന്താണ്, എവിടെ നിന്നാണ് ദേവദത്തം കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാരണം. അപ്പം മായാസുരനെ സംരക്ഷണം നൽകിയത് കൊണ്ട് ദേവദത്തം കിട്ടി എന്ന് പറഞ്ഞു. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന എന്താണ്? പാഞ്ചജന്യമാണ്. അപ്പൊ നമുക്ക് ആ ശ്ലോകം വായിച്ചിട്ട് അതേക്കുറിച്ച് പറയാം. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാ മൃഗോദര. ഹരേ കൃഷ്ണ മാതാജി, 8 വരെയാണോ 7:45 വരെയാണോ ടൈം? ഹരേ കൃഷ്ണ മാതാജി ഇല്ലേ? പാഞ്ചജന്യം ഹൃഷീകേശോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖിന്റെ പ്രത്യേകത എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പം ഭഗവാനെ എന്താണ് ഇവിടെ വന്നതിന് ശേഷം, കാരണം കംസവധത്തിന് ശേഷം അദ്ദേഹത്തെ ഗുരുകുലത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരു ആരാണ്? സാന്ദീപനി മഹർഷിയായിരുന്നു. അവിടെ നിന്ന് 64 കലകൾ 64 ദിവസം കൊണ്ട് പഠിച്ചെടുത്തു എന്ന് നമുക്കറിയാം. അതിനുശേഷം ഗുരുദക്ഷിണ എന്തെങ്കിലും സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഗുരുദക്ഷിണ ഒന്നും ചോദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു ഭഗവാൻ ദേവകി ദേവിക്ക് ദേവകിയുടെ പുത്രന്മാരെ എല്ലാം കാണിച്ചു കൊടുത്തു, അല്ലെ? അതുപോലെ നേരത്തെ തന്നെ. അതുകൊണ്ട് എന്റെ മകനെ തിരിച്ചു കിട്ടാൻ ഭഗവാന് കൊണ്ടു കൊടുക്കാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പ്രഭാസ തീരത്തിൽ വെച്ച്, പ്രഭാസ സമുദ്രത്തിന്റെ ആ ഭാഗത്ത് വെച്ച്, പ്രഭാസ തീരത്തിൽ വെച്ച് സമുദ്രത്തിൽപ്പെട്ട എന്റെ മകൻ മരിച്ചുപോയി. എന്റെ മകനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുണ്ടാകണമെന്ന് പറയുന്നു. അപ്പം പ്രഭാസം എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, പോയി കാണും. സോമനാഥം എന്ന് പറയുന്ന സ്ഥലത്ത്, ഗുജറാത്തിലെ സോമനാഥത്തിലാണ്. ഒരു പിൽഗ്രിം സെന്റർ ആണ്. വളരെ ഒരു ജ്യോതിർലിംഗമാണ് അവിടെ ഉള്ളത്. അങ്ങനെ ആ പ്രഭാസത്തിൽ വെച്ചാണ് ഇവിടെ അവരുടെ കുട്ടിയെ നഷ്ടപ്പെട്ടത്. അങ്ങനെ അതിനെ കൊണ്ടു കൊടുക്കണമെന്ന് പറയുമ്പോൾ ബലരാമനും കൃഷ്ണനും കൂടി പോകുന്നുണ്ട്. അവർ അവിടെ എത്തി കടൽക്കരയിൽ ചെന്ന് സമുദ്രദേവനെ വണങ്ങിയിട്ട് ഗുരുപുത്രനെ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവിടെ സമുദ്രദേവൻ പറഞ്ഞു, എന്റെ കയ്യിലില്ല, പഞ്ചാനൻ എന്ന് പറയുന്ന ആളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പഞ്ചജനന്റെ അവിടെ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അയാളായിരിക്കാമെന്ന് പറയുകയും കൃഷ്ണൻ അവിടെ ചെല്ലുകയും ചെയ്യുന്നു. പഞ്ചജനെ കാണുന്നു. കുട്ടിയെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ എന്റെ വാക്കുകൾ കേട്ടിട്ട് അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം വധിച്ചതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അവിടെ കയ്യിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വളർന്നിരുന്ന ഒരു ശംഖ്, അതാണ് പാഞ്ചജന്യം എന്ന് പറയുന്നത്. അപ്പം ശരീരത്തിനോട് ചേർന്ന് വളർന്നിരുന്ന, ഞാൻ വളരെ വേഗം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു 7:45 വരെയാണ് ടൈം എന്ന്. അപ്പം അവൻ ആസുരനെ ബാധിച്ചിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന് വളർന്നിരുന്ന ശംഖ് കൈക്കലാക്കി. പക്ഷേ ഗുരുപുത്രനെ കിട്ടിയില്ല. അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും യമരാജന്റെ അടുത്തെത്തുന്നു. അവിടെ ചെന്ന് പാഞ്ചജന്യം മുഴക്കുന്നു. യമൻ വന്ന് പൂജിക്കുന്നു, പുത്രനെ നൽകുകയും ചെയ്തു. അങ്ങനെ തിരിച്ചിവിടെ പുത്രനെ കൊണ്ടു കൊടുത്തിട്ട് ഒരു വരം കൂടി എന്തെങ്കിലും ഒന്നുകൂടി ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു. വേണ്ട, എനിക്കിത് മാത്രം മതി എന്ന് ഗുരു സമ്മതിക്കുകയും തിരിച്ചു പോരുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെയാണ് എന്ത് കിട്ടുന്നത്? പാഞ്ചജന്യം എന്ന ശംഖ് ആർക്ക് കിട്ടിയത്? ഭഗവാന് ലഭിക്കുന്നത്. ഭഗവാൻ അതുപോലെ ദേവദത്തം മയാസുരനെ രക്ഷിച്ചു കൊടുത്തതിന് ഫലമായിട്ട് അദ്ദേഹം കൊടുത്തതാണ് ദേവദത്തം എന്ന ശംഖ്. ആർക്ക്? അർജുനന്.
ഹരേ കൃഷ്ണ, നിങ്ങൾക്ക് അറിയാമല്ലോ ടൈം അല്ലേ? നിങ്ങൾ ആരൊക്കെ ഉണ്ട് ഇവിടെ ഇതിനകത്ത്? ഹരേ കൃഷ്ണ മാജി. എത്ര വരെ മാതാജി? എത്ര മണി വരെ? 8 മണിയാണോ? 7:45 മാജി. മാജി ഒരു 5-10 മിനിറ്റ് കൂടുതൽ എടുക്കുന്നതിൽ കുഴപ്പമില്ല മാജി. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ കൃഷ്ണ ഭഗവാന് പാഞ്ചജന്യം കിട്ടി. പിന്നെ അർജുനന് ദേവദത്തം കിട്ടി. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാസംഘം ഭീമകർമ്മ മൃഗോദര. അപ്പൊ മൃഗോദരനായ ഭീമകർമ്മൻ, മഹാസംഘായ പൗണ്ഡ്രവും, ഹൃഷീകേശനായ ഭഗവാൻ പാഞ്ചജന്യവും, അതുപോലെ ധനഞ്ജയൻ ദേവദത്തവും. ധനഞ്ജയൻ എന്ന് പറയുന്നത് ധനത്തെ ജയിച്ചതുകൊണ്ട് അദ്ദേഹത്തെ എന്ന് വെച്ചാൽ ഭഗവാൻ യുധിഷ്ഠിരന് ആവശ്യമായ ധനം, അദ്ദേഹത്തിന് എന്താണ് പൂജ നടത്തുന്നതിന് ആവശ്യമായ ധനം ശേഖരിച്ചു കൊണ്ട് കൊടുത്തത് ആരായിരുന്നു? അർജുനനായതുകൊണ്ട് ധനത്തെ വിജയിച്ചവൻ എന്ന് വെച്ചാൽ ആവശ്യമായ ധനം എല്ലാം ഇങ്ങ് കൊണ്ടു കൊടുത്തത് കൊണ്ട് അദ്ദേഹം ധനത്തെ ജയിച്ചവനെന്ന് അറിയപ്പെട്ടു. അങ്ങനെ ധനഞ്ജയൻ ദേവദത്തവും വിളിച്ചു എന്ന് പറയുന്നു. കൃഷ്ണനെ ഇവിടെ ഹൃഷീകേശൻ എന്ന് അറിയപ്പെടുന്നു. സർവേന്ദ്രിയങ്ങളുടെ ഉടമയെന്നാണ് ഹൃഷീകേശൻ എന്ന വാക്കിന് അർത്ഥം. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ എല്ലാം അധിപൻ. നമ്മൾക്കും ഉണ്ട് ഇന്ദ്രിയങ്ങൾ, ഭഗവാനും ഉണ്ട്. പക്ഷേ വ്യത്യാസം നമ്മൾ 13-ാം അധ്യായത്തിൽ പഠിക്കും ഭഗവത്ഗീതയില്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉടമയാണ് ഭഗവാൻ. കാരണം എന്താ? എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പൊ ആ അംശമായതുകൊണ്ട് എല്ലാവരുടെയും ഉടമയാണ് ഭഗവാൻ. എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളുടെയും ഭഗവാന്റെ ഇന്ദ്രിയങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കെല്ലാം അറിയാം ഭഗവാന്റെ പരാശക്തിയെ കുറിച്ച്, സ്പിരിച്വൽ എനർജിയെ കുറിച്ചും, അതുപോലെ ഭൗതികമായ ശക്തിയെ കുറിച്ചും. ആത്മീയ ശക്തിയും ഭൗതിക ശക്തിയും ഭഗവാനുണ്ട്. ആ ആത്മീയ ശക്തിയെ 2ആയി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് എന്താണ്? അന്തരംഗ ശക്തിയും ഒന്ന് ബഹിരംഗ ശക്തിയും. അപ്പം ആ അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, ഇത് രണ്ടിലെ എന്താണ്? അതിനകത്ത് പറയുന്ന 3 കാര്യങ്ങളുള്ളതിൽ ഒന്ന് അന്തരംഗ ശക്തി, ഒന്ന് ബഹിരംഗ ശക്തി, ഒന്നെന്താണ്? നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, തടസ്ഥ ശക്തി. ആ തടസ്ഥ ശക്തിയാണ് ജീവാത്മാവെന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ നേരിട്ടുള്ള അംശമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ആ ഭഗവാൻ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ, നമ്മുടെ എല്ലാം മനസ്സിൽ, നമ്മുടെ ശരീരത്തിനുള്ളിൽ, ഹൃദയം ഉള്ളത് കൊണ്ട് നമ്മൾ ഭഗവാന്റെ അംശമാണ് എന്നാണ് പറയുന്നത്. ഭഗവാന് 3 ഭാവങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ബ്രഹ്മാവ്, ആ ഒരു ബ്രഹ്മമെന്നും, അതുപോലെ പിന്നെന്താണ് പരമാത്മാവെന്നും ഭഗവാനെന്നും. ആ 3 ഭാവങ്ങളിൽ പരമാത്മാവ് നമ്മളോടൊപ്പം എപ്പോഴും ഉള്ളത് കൊണ്ട് നമ്മളെ നയിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ് നയിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ കുറിച്ച് ഭഗവാൻ അറിയാം, അതുപോലെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ കുറിച്ചും അറിയാം. നമുക്ക് പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന കാര്യവും നമ്മുടെ മനസ്സിന്റെ കാര്യവും മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഭഗവാൻ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? പരമാത്മാവായി എല്ലാവരുടെയും ഹൃദയത്തിൽ ഹൃദയസ്ഥനായി ഇരുന്നു കൊണ്ട് നമ്മളെ നയിക്കുന്നത് ഭഗവാനായതുകൊണ്ട്. അപ്പം ഭഗവാന്റെ ഇന്ദ്രിയാംശങ്ങൾ തന്നെയാണ് നമ്മളുടേതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭഗവാന്റെ അംശമാണ് എന്ന് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ ഭഗവാനെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് പ്രഭുപാദര്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭക്തനോട് ചേർത്ത് നമുക്ക് ഭഗവാന്റെ പേര് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഭഗവാനെ ശിക്ഷിക്കേണ്ടി വന്നതായിട്ടുള്ള പല ആൾക്കാരുണ്ട്. മധു എന്ന രാക്ഷസനെ കൊന്നതുകൊണ്ട് മധുസൂദൻ എന്ന് പറയും. ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്നത് കൊണ്ട് ഗോവിന്ദൻ എന്ന് പറയും. പിന്നെ വാസുദേവരുടെ മകനായതുകൊണ്ട് വാസുദേവൻ എന്ന് പറയും. അങ്ങനെ ഭഗവാൻ എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകൾ ഉണ്ട് എന്നും ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഇതൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃഷീകേശൻ എന്ന വാക്ക്, പാഞ്ചജന്യം ഹൃഷീകേശോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഹൃഷീകേശ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ കുറിച്ച് അറിയാകുന്നത് ഭഗവാനാണ് എന്നത് നമ്മളെ മനസ്സിലായിരിക്കണം. ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനാണ് നമ്മുടെ എല്ലാം ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ആ ഭഗവാനാണ് ഏത് ശങ്കെടുത്തൂതിയത്? പാഞ്ചജന്യം എടുത്ത് ഊതി.
എന്ന്. അതുപോലെ ധനത്തെ ജയിച്ചവനായ ധനഞ്ജയൻ തന്റെ കയ്യിലിടുന്ന, അഥവാ ഏറ്റവും പ്രശസ്തമാണ് അതും, ദേവദത്തം എന്ന ശംഖുതി. അതുപോലെ പിന്നെ ഭൃഗോദരൻ എന്ന് പേര് വന്നിരിക്കുന്നു. ആർക്കാണത്? ഭീമന്. അപ്പം ഭീമന്റെ കയ്യിലിരുന്ന മഹാശംഖമായ പുണ്ഡ്രവും എടുത്ത് എഴുതി. അപ്പം ആ ഒരു രംഗം വളരെ എന്താണ്, യുദ്ധത്തിന് തയ്യാറാകുന്നു, യുദ്ധത്തിന് പുറപ്പെടാൻ പോകുന്നു എന്ന് തോന്നിക്കുമാർ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ? ശംഖുവിളികളാൽ മുഖരിതമായി ആ സ്ഥലം എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. അങ്ങനെ കുരുക്ഷേത്രം യുദ്ധം പുറപ്പെടാൻ പോകുന്നു എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഒരു നാടകത്തിൽ എത്തുന്നത്. എന്നുവെച്ചാൽ എല്ലാം യുദ്ധത്തിന് എല്ലാവരും രണ്ട് സൈഡിലും തയ്യാറായി നിൽക്കുന്നു. ഭീഷ്മ പിതാമഹൻ ശംഖ് വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ അതാ ഭഗവാനും അർജുനനും തങ്ങളുടേതായ ശംഖുകൾ വിളിച്ചു കഴിഞ്ഞു. ഉടനെ യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന ആ ഒരു രംഗത്തിൽ ഇവിടെ എത്തി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം, സമയം കഴിഞ്ഞു. നമ്മൾ താമസിച്ച തുടങ്ങിയത് കൊണ്ട് സമയം കഴിഞ്ഞു, നമുക്കിവിടെ നിർത്താം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് മാജിയെ വിളിച്ചു പറഞ്ഞത്. എന്നിട്ടും കൂടെ മാജി എന്നെ ടൈംലി ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം മാജി. താങ്ക് യു സോ മച്ച് മാജി. പ്രണാം മാജി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ.